ായിട്ട് പറഞ്ഞു. ഞങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും വലിയ ഒരു നഷ്ടമാണ്. അദ്ദേഹം ഒരുപാട് നിലപാടുകൾ ഉറച്ചു നിൽക്കുന്ന നിലപാടോടൊപ്പം ഒരു തലമുറയെ മുഴുവൻ ചിരിപ്പിച്ച, അതിനുശേഷമുള്ള തലമുറയും നവമാധ്യമങ്ങളിലൂടെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ അധികനായ കലാകാരനാണ്. ഞങ്ങളുടെ കലയിലുള്ള എല്ലാവർക്കും ഒരു വലിയ നഷ്ടമാണ്. നിങ്ങൾ പറയും. ഒന്ന് തിരിയാമോ? ഞാൻ സലീമിന് വേണ്ടിയിട്ട് ഞങ്ങള് 10-30 വർഷമായിട്ട് ഒന്നിച്ച്, അതായത് ഓഡിയോ കാസറ്റിൽ നിന്ന് തുടങ്ങിയ ബന്ധമാണ്, സിനിമയിൽ നിന്ന് തുടങ്ങിയ ബന്ധമല്ല. ഷാരടിയാണെങ്കിലും ഞങ്ങളെല്ലാവരും ഓഡിയോ കാസറ്റിൽ നിന്നും തുടങ്ങി സിനിമയിലെത്തി. ഇപ്പോഴും സൗഹൃദം തുറന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. പറവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിലെ 9 മണിക്ക് പൊതുദർശനത്തിലെത്തി. ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ മറ്റ് ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചില ആഗ്രഹങ്ങളെ പ്രകടിപ്പിച്ച പ്രകാരമുള്ള ചടങ്ങുകൾ വീട്ടിൽ തന്നെ സംസ്കരിച്ചു. 3 മണിക്ക് ശേഷം വീട്ടുവളർത്തും. കൂടുതൽ നമ്മളെ ഒരു ലൊക്കേഷനിൽ സന്തോഷിപ്പിക്കുകയും ചിരിപ്പിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്ത സഹോദരൻ ഹാസ്യ നടനിൽ നിന്നും സ്വഭാവ നടനിലേക്ക് മാറുകയും നാഷണൽ അവാർഡ് നേടിക്കൊണ്ട് മലയാളികൾക്ക് മുഴുവൻ അഭിമാനമാകുകയും ചെയ്ത നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സലീമേട്ടൻ നമ്മളെ വിട്ടു പിരിഞ്ഞു. അപ്പോൾ രാവിലെ തന്നെ ഇവിടെ വന്ന് അദ്ദേഹത്തെ അവസാനമായിട്ടൊന്ന് കാണാൻ സാധിച്ചു. ഓഫ് കോഴ്സ് ഒരുപാട് പേഴ്സണലി ഒരുമിച്ചുള്ള യാത്രകളും ഞങ്ങൾ ആ സമയത്തൊക്കെ സിനിമയിൽ ഒരുമിച്ചുള്ള യാത്രകളൊക്കെ വളരെ കൂടുതലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ അടുത്ത് ഇടപഴകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങനൊരു വാർത്ത കേൾക്കുമ്പോൾ വളരെ പ്രായം കുറവുള്ളൊരു മനുഷ്യനും കൂടിയാണല്ലോ. അദ്ദേഹത്തിന് ഒരുപാട് പ്രായമായിട്ടില്ല. അപ്പം തീർച്ചയായിട്ടും അതൊക്കെ ആലോചിക്കുമ്പോൾ പഴയ ഓർമ്മകളിലേക്ക് പോകുന്നു. ഒരുപാട് സങ്കടമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ഞാനിവിടെ മഴത്തുള്ളിക്കിലുക്കം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ഒരു സിനിമയിലെ വരിയാണ് ആലോചിക്കുന്നത്. ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന വഴിയിലൊക്കെ ഭയങ്കര കനത്ത മഴയായിരുന്നു. അപ്പം അതിൽ ആ സിനിമ അവസാനിക്കുമ്പോൾ ഒരു ഡയലോഗുണ്ട്, ആത്മാവിൻ്റെ സന്തോഷമാണ് മഴ എന്ന്. അപ്പോൾ അതിങ്ങനെ മനസ്സിൽ ആലോചിച്ച് പോയി വന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ. റെസ്റ്റ് ഇൻ പീസ്.
Subscribe to One India and never miss an update.